ഭക്തിസാന്ദ്രമായൊരു സായാഹ്നമാണ് ആദ്യം തന്നെ പോകുന്നത് നാവാമുകുന്ദന്റെ മണ്ണിലേക്കാണ്. അവിടെ തിരുനാവായയിൽ നിളാപൂജ നടക്കുന്നു. തത്സമയം ശിവതാണ്ഡവായ നമഃ 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 ശിവതാണ്ഡവായ ശങ്കരാ 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 മഹാദേവ ചന്ദ്രചൂഡകലാധര ശങ്കരാ മഹാദേവ ചന്ദ്രചൂഡകലാധര ശ്രീനീലകണ്ഠ മഹാപരീശ ചന്ദ്രചൂഡകലാധര. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളായ അരുൺ ആലത്തൂരും ശില്പ ശിവയും ചേരുന്നുണ്ട്. വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണല്ലോ അരുൺ, ശില്പ. അവിടെ ഇന്ന് അവസാന ദിവസമാണ്. എന്തൊക്കെ പ്രത്യേകതകളാണ് ഇന്നത്തെ ദിവസത്തിനുള്ളത്? ഇന്ന് എന്തൊക്കെ ചടങ്ങുകൾക്കാകും തിരുനാവായ സാക്ഷ്യം വഹിക്കുക? അരുൺ, ശില്പ. തീർച്ചയായിട്ടും ഭക്തിസാന്ദ്രമാണ് ഈ ഒരു നിളാതീരം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നാളെയാണ് ഈ മഹാമാഘ മഹോത്സവം സമാപിക്കുന്നത്. അതിൽ തന്നെ നാളെ നിള ആരതിയുടെ അവസാന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അവസാന ദിവസത്തിന് മുന്നേ ആയിട്ടുള്ള ദിവസമായതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് അല്ലേ ശില്പ അനുഭവപ്പെടുന്നത്? വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് നിളയുടെ തീരത്ത്. ഭജനകൾ കൊണ്ടും അല്ലെങ്കിൽ എല്ലാവരുടെയും നാമജപങ്ങൾ കൊണ്ടും എല്ലാം മുഖരിതമായിക്കൊണ്ട് വളരെ എന്താ പറയുക ആത്മീയമായ ഒരു അന്തരീക്ഷത്തിനാണ് നമ്മൾ സാക്ഷിയാവുന്നത്. ഇന്നത്തെയും പോലെ തന്നെ ലക്ഷങ്ങളാണ് ഇന്നും നിളാരതി കാണാൻ വേണ്ടി നിളയുടെ തീരത്തേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഓരോരുത്തരും. എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കൊക്കെ വന്ന് നല്ല പൊരി വെയിലുള്ള സമയത്ത് വന്ന് ഇരിക്കാൻ തുടങ്ങിയ മനുഷ്യരാണ്, ഭക്തരാണ്. അവരൊക്കെ ഇങ്ങനെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഈ നിള ആരതി ചടങ്ങ് കാണുന്നതിന് വേണ്ടി. നമുക്ക് ഓരോ പുഴയിലൊക്കെ ഇറങ്ങി കാത്തിരിക്കുകയാണ്. അതെ അതെ, കഴിഞ്ഞ ദിവസം ഒക്കെ കണ്ട കാഴ്ചയാണ് അത്. ആ അരക്കൊപ്പം വെള്ളത്തിലൊക്കെ പ്രായമായ ആൾക്കാർ ഉൾപ്പെടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ഭക്തരുടെയൊക്കെ ഭക്തി അത് ഏതായാലും എത്രത്തോളം ഭക്തിയിലാണ് ഇവരെല്ലാം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്ര നേരം ഇവിടെ പരമപവിത്രം ഉൾപ്പെടെ ചൊല്ലുന്നു, അതിനൊപ്പം ഇവരൊക്കെ കൈയടിക്കുന്നു. ഏതായാലും തീർത്തും പോസിറ്റീവ് എനർജി. ഇവിടെ ഒന്ന് വന്ന് നിൽക്കണം അല്ലേ? ഇവിടെ ഈ നമുക്ക് ആ പരമപവിത്രം ചൊല്ലുമ്പോൾ പറയുന്നുണ്ട് ഇവിടെ വരൂ ഈ കാറ്റും നിൽക്കൂ. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഇവിടെ വരൂ ഈ കാറ്റും നിൽക്കൂ എന്നുള്ളത് പോലെ തന്നെ ഈ നിളാ നദിക്കരയിലെ ഇത്രയും ഭക്തർ, ലക്ഷക്കണക്കിന് ഭക്തർ ഇങ്ങനെ ഒഴുകി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഒരുപാട് പ്രമുഖരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കിപ്പോ ശങ്കുട്ടി ദാസ് അദ്ദേഹം ഇവിടെ ചേരുന്നുണ്ട്. നിളാരതി ഓരോ ദിവസവും ഇങ്ങനെ ഭക്തലക്ഷങ്ങളാണ് ഒഴുകി എത്തുന്നത്. 5000-10,000 പേര് പങ്കെടുക്കുമെന്ന് സംഘാടകർ തുടക്കത്തിൽ പറഞ്ഞിടത്താണ് ലക്ഷങ്ങൾ. എങ്ങനെയാണ് ഈ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു കുംഭമേള തന്നെയായി മാറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ മലപ്പുറം ജില്ലയുടെ ഒരു കുംഭമേളയായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് പങ്കെടുത്ത് ആ പുണ്യം നേടുന്ന ഒരു അക്ഷരാർത്ഥത്തിൽ ഇതൊരു വലിയ മഹാത്ഭുതമായി മാറിയിരിക്കുകയാണ്. സംഘാടകരെ പോലും വിസ്മയിപ്പിക്കുന്ന മട്ടിലാണ് ഇതിൻ്റെ പങ്കാളിത്തം. ഇത് ഹിന്ദു സമാജത്തിൻ്റെ കൂട്ടായിട്ടുള്ള സങ്കല്പത്തിൻ്റെ ശക്തിയാണ്. ഇതിനുള്ള വർഷങ്ങളിൽ കൂടുതൽ കരുത്താർജിക്കും എന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം. തന്നെയാണ്. ഏതായാലും കൂടുതൽ കരുത്താർജിക്കും വരും വർഷങ്ങളിൽ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ശില്പ. കാരണം ഇപ്പോൾ തന്നെ അതായത് ഇവർ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ 2016 മുതൽ മഹാമാഘ മഹോത്സവം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം എന്ന തരത്തിലാണ് ഈ വർഷം തുടങ്ങിയത്. ആ തുടക്കത്തിൽ തന്നെ ഇത്രത്തോളം ഇപ്പോൾ നമുക്കൊപ്പം ദേവനന്ദ, നമുക്കറിയാം മാളികപ്പുറം സിനിമയിൽ ഒരുപാട് സിനിമാ താരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയിരുന്നു. അതിലിപ്പോ ദേവനന്ദയും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദേവനന്ദ, എങ്ങനെയുണ്ട് മഹാമാഘ മഹോത്സവത്തിലേക്ക് എത്തിയപ്പോ? ഇവിടെ
വരണം എന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം തൊട്ട് ഇത് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ആദ്യ ദിവസം വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ തിരക്ക് കാരണം ഇന്നാണ് വരാൻ പറ്റിയത്. വരാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. കുംഭമേളയ്ക്ക് പ്രയാഗ്രാജിൽ നടന്നപ്പോൾ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അപ്പം പറ്റിയില്ല. ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. നീലാരതി കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടോ? അതെ, ഒത്തിരി എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം ഒത്തിരി ആഗ്രഹിച്ച് ഇവിടെ ഈ നിമിഷം നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം. എങ്ങനെയാണ് ആളുകളുടെയൊക്കെ ഒരു റെസ്പോൺസ്? എനിക്ക് തോന്നുന്നു എല്ലാവരും എക്സൈറ്റഡ് ആണ്. എല്ലാവരും കാണുമ്പോഴൊക്കെ ഹായ് പറയും, എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. എല്ലാവരും എന്നെ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് നീലാരതി കാണാൻ. അത് നമുക്ക് എല്ലാവരുടെ അടുത്തും സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നേരത്തെ ടിവിയിലൂടെ മറ്റൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലേ? നേരത്തെ ടിവിയിലൂടെയും മറ്റും മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? ഈ പരിപാടിയെ കുറിച്ച് ടിവിയിലൂടെ അല്ലെങ്കിൽ റീൽസേ കണ്ടുള്ളൂ. അപ്പൊ നേരിട്ട് വന്ന് ഇപ്പൊ കാണാൻ പോവാണ്. അതിന്റെ ഒത്തിരി എക്സൈറ്റ്മെന്റും സന്തോഷം. നമ്മുടെ നാട്ടിലെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിൽ സന്തോഷം തോന്നുന്നില്ലേ? അതെ, കാരണം പ്രയാഗ്രാജിൽ നടന്നപ്പോൾ പോകാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ഇത്രയും ഒരു പുണ്യായ ചടങ്ങ് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പറഞ്ഞൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇത്രയും ഒരു പുണ്യവേദിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞു വന്ന പോലെ ഒരുപാട് സിനിമാ താരങ്ങൾ ഇങ്ങനെ ഇവിടെ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. സോന നായർ, അതുപോലെ തന്നെ പ്രൊഡ്യൂസറായ ജി സുരേഷ് കുമാർ, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടെയാണ് അദ്ദേഹം ഉൾപ്പെടെ ഒരുപാട് സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് നിന്നും ഇടത് വലത് മുന്നണി നേതാക്കളൊന്നും ഇല്ലെങ്കിലും BJP നേതാക്കൾ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇവിടെ ഉണ്ട്. എങ്ങനെയാണ്? വളരെ വളരെ സന്തോഷം. നമുക്ക് ഏതാണ്ട് കഴിഞ്ഞ ഉത്തർപ്രദേശിൽ നടന്ന കുംഭമേളയിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ആ സമയത്ത് നമ്മൾ കണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചേർന്നുകൊണ്ട് 40 കോടി ആളുകളെ അവിടെ പ്രതീക്ഷിച്ചു. അത് അങ്ങേയറ്റത്തെ പ്രതീക്ഷയായിരുന്നു. പക്ഷേ 62 കോടി ആളുകൾ ആ കുംഭമേളയിൽ പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ അവിടെ 75,000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അവർ നടത്തുകയും ലോകം മുഴുവൻ അത് ഉൾക്കൊള്ളുകയും കാണുകയും അത്ഭുതപ്പെടുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ ഇത് സൗത്ത് ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ മഹാമാഗം അത് ഒരുമിച്ച് ഈ നിലാ നദിക്കരയിൽ ഉണ്ടായി എന്നുള്ളതും അതിൻ്റെ ആ കാഴ്ചയിൽ ഒരു മണൽത്തരിയായിട്ട് ചേരാൻ സാധിച്ചു എന്നുള്ളതും ആത്മീയ തലത്തിൽ ചിന്തിക്കുന്ന സമയത്ത് മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. മാത്രവുമല്ല, ഏതാണ്ട് 270ഓളം വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറത്ത് ഒരു കൂടിച്ചേരൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു അത്ഭുതവും അതിലുപരിയായിട്ട് മനസ്സിനകത്ത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ലോകം മുഴുവനുമുള്ള മനുഷ്യരെ ഒരേ ഭാവത്തിൽ കണ്ട് ചലിക്കുന്നതും ചലിക്കാത്തതുമായ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മുഴുവൻ വസ്തുക്കളിലും ഈശ്വരീയ ദർശനം കാണുന്ന സനാതന സംസ്കാരത്തിൻ്റെ ഒരു വിരാട് രൂപമാണ് നമുക്കിവിടെ ഈ നദിക്കരയിൽ കാണാൻ സാധിക്കുന്നത്. ചേച്ചി ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആത്മീയ ടൂറിസം. കേരളത്തിൽ അതിന് ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ കുംഭമേളയും ആ ആത്മീയ ടൂറിസത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായ കാര്യമല്ലേ? അതിൽ ഈ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു കൃത്യമായ പിന്തുണ ഇവിടെ വേണ്ടതല്ലേ? പക്ഷേ ഇവിടെ ഇതിന് താൽക്കാലിക പാലത്തിന് അനുമതി നിഷേധിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളാണ് ദൗർഭാഗ്യവശാൽ ഉണ്ടായത്. കേരള സർക്കാർ വിചാരിച്ചത് ഇതിന് ഒരു അനുമതി തടഞ്ഞാൽ, ആളുകൾക്ക് യാത്രാ ദുരിതമുണ്ടായാൽ ആളുകൾ ഇവിടെ ഒരുമിച്ച് ചേരുകയില്ല എന്നുള്ള ധാരണയായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ജനം കൃത്യമായിട്ട് അവർ തീരുമാനമെടുത്തു, ഞങ്ങൾക്ക് യാത്രാ സൗകര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ അവിടെ ഒരുമിച്ച് ചേരും എന്നുള്ള അതിശക്തമായ മനുഷ്യൻ്റെ ആത്മീയതയുടെ പ്രതിധ്വനി ഇവിടെ കാണാൻ സാധിച്ചത്. മാത്രവുമല്ല, സ്പിരിച്വൽ ടൂറിസത്തിന് ഇനിയും സർക്കാർ ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മാപ്പ് പറയേണ്ടതാണ്. അത്ര കണ്ട് ജനങ്ങൾ ഒരുമിച്ച് വരുമെന്നുള്ള ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് മുന്നിൽ കണ്ടിട്ടുകൂടി ഇവിടെ ആളുകൾ ഒരുമിച്ച് ചേരുന്നതിന് അവർ ഭയപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ലോകം നമ്മളെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് 17 ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ മഹാമാഗം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കുംഭമേളയ്ക്ക് തുല്യമായ രീതിയിലേക്ക് നമ്മുടെ നാട് ഉയരുമ്പോൾ മാറ്റിവെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വന്നില്ലല്ലോ. അപ്പോൾ ഭരണകക്ഷി മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ലീഡറായിട്ടുള്ള ഏത് കാര്യത്തിനും അഭിപ്രായം പറയുന്ന ശ്രീമാൻ VD സതീശൻ പോലും ഇതെന്താണെന്നൊന്നും ഒന്ന് കണ്ടു നോക്കാൻ വന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അവർ ചിന്തിച്ചത് രാഷ്ട്രീയം മാത്രമാണ്, അവർ ചിന്തിച്ചത് വോട്ടിനെ കുറിച്ച് മാത്രമാണ്. എന്നാൽ ഇവിടെ നമുക്കറിയാം, ഈ കേരളം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനെ പോലെ ചട്ടമ്പി സ്വാമികളുടെ ഗുരുവായിട്ടുള്ള സദാനന്ദ ആശ്രമത്തിലെ
അന്നത്തെ ആ അവധൂത സ്വാമിയെ പോലെ ശക്തിയുടെ പ്രതിധ്വനി, അതായത് എങ്ങനെയാണ് സനാതന ധർമ്മത്തെ ഉണർന്ന് എണീൽപ്പിച്ചു നിർത്തേണ്ടത് എന്ന് പറഞ്ഞ സത്യാനന്ദ സരസ്വതി സ്വാമികളെ പോലെ ഭഗവത്ഗീത എന്ന് പറയുന്ന മഹാമന്ത്രം കൊണ്ട് എങ്ങനെയാണ് ഒരുമിച്ച് ചേരൽ ഉണ്ടാകേണ്ടത് എന്ന് പഠിപ്പിച്ച ചിന്മയാനന്ദ സ്വാമികളെ പോലെ എത്രയോ മനീഷികൾക്കും സന്യാസി വര്യന്മാർക്കും ജന്മം ഈ നാട് എല്ലാവരുടെയും നാടാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ജപിക്കുന്ന മന്ത്രമാണ്. വസുദൈവ കുടുംബകം എന്നുള്ളതാണ്. ഒരു കുടക്കീഴിൽ ലോകം മുഴുവൻ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നാട്ടിൽ ഇതിനെ രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ടാണ് മുഖ്യമന്ത്രിയും ഭരണകൂടവും നോക്കിക്കണ്ടതെങ്കിൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കണ്ടില്ലേ നിളാ നദിക്കരയിൽ എത്രയോ ആളുകൾ ആ സ്നാനത്തിന് വേണ്ടി അവർ ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച, അത് എത്രയോ കാരണം അയ്യപ്പന്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും സംരക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തീരുമാനിക്കുന്ന തന്ത്രി പുറത്തു വിലസുന്ന യഥാർത്ഥ തെറ്റു ചെയ്തവർ ഇന്നും വിരിഞ്ഞ രീതി എന്താ പറയാ ഞങ്ങളുടെ തൻ്റെ ഇടം കൊണ്ട് ഞങ്ങളുടെ കഴിവ് കൊണ്ട് എന്ന് പറയുന്ന ആ ഒരു അഹന്തയുടെ ശബ്ദമുണ്ടല്ലോ. ആ അഹന്തയുടെ ശബ്ദത്തിൽ ഭഗവാന്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഭഗവാന്റെ സ്വർണത്തെയും മുഴുവൻ അപഹരിച്ചെടുത്തവർ റോഡിൽ നെഞ്ചു വിരിച്ച് നടക്കുകയും ഈ അന്വേഷണത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത SIT ഉണ്ടല്ലോ, ആ SITയുടെ മുഖ്യമന്ത്രിയുടെ പിടി SITയുടെ മുകളിൽ ഏൽപ്പിക്കുകയും ഓരോരോ ആളുകൾക്ക് ജാമ്യം കിട്ടുകയും ചെയ്യുന്ന അയ്യപ്പന്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർത്തവർക്ക് നമുക്കറിയാം ഒരു യഥാർത്ഥ അന്വേഷണം പോലും തയ്യാറല്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നാട്ടിൽ സനാതന ധർമ്മത്തിന്റെ കൂട്ടായ്മയ്ക്ക് അവർ സമ്മതിക്കും എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം എല്ലാം ഉണ്ടെങ്കിലും എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. എത്രയോ മടങ്ങ് സന്യാസിമാർ കേരളത്തിലെ തന്നെ നമുക്കറിയാം. ഒരു സമയത്ത് ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർക്കാൻ പരിശ്രമിച്ചപ്പോൾ വെള്ള സാരി ഉടുത്ത് ആ സാരിയുടെ തലപ്പങ്ങ് തലയിലേക്ക് വലിച്ചിട്ട് ആ ഒരു മാതാമൃതാനന്ദമയി ദേവിയുടെ ഒരു നടത്തമുണ്ടായിരുന്നു തിരുവനന്തപുരത്തേക്ക്. ആ തിരുവനന്തപുരത്തെ സ്റ്റേജിൽ അമ്മ നടുവിലിരിക്കുകയും രാജ്യം മുഴുവനുമുള്ള സന്യാസി വര്യന്മാർ ഒരുമിച്ച് ചേരുകയും ചെയ്തുകൊണ്ട് അന്ന് നമ്മൾ ഒരു പ്രതിധ്വനി സൃഷ്ടിച്ചുവെങ്കിൽ നമ്മൾ ഇപ്പോൾ വീണ്ടും കാണുന്നത് സനാതനധർമ്മത്തിന്റെ ഉൾക്കാഴ്ചയും ഈ നവാമുഖം തന്നെ മണ്ണെന്ന് പറയുന്നത് ബ്രഹ്മാവി മഹാവിഷ്ണുവിന്റെ സംഗമസ്ഥാനം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ ആരതിക്ക് വേണ്ടിയിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അന്ധകാരം നിറഞ്ഞ മനസ്സിനകത്തേക്ക് ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തെ സന്നിവേശിപ്പിക്കുന്നത് ആരാണോ അത് ഗുരുവാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ ചില ആളുകളുടെ മനസ്സിൽ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി വെളിച്ചം പകരണേ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒരുമിച്ച് ഇരിക്കുകയാണ്. വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. അതുതന്നെയാണ് അന്ധകാരം ബാധിച്ചിട്ടുള്ള ആളുകളുടെ മനസ്സുകളിൽ കൂടെ വെളിച്ചം പകരാൻ ഈ കുംഭമേള വഴിയൊരുക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും നിള ആരതിയുടെ ചടങ്ങുകളിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഒരുപാട് പ്രമുഖരായ ആളുകൾ ഇങ്ങനെ ഇവിടെ ഈ ഒരു കുംഭമേള കാണുന്നതിന് തീർച്ചയായും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം, നാമജപങ്ങളാൽ മുഖരിതമായ തിരുനാവായ അല്പസമയത്തിനകം തന്നെ നിള ആരതി നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരുപാട് 10,000-ങ്ങളാണ് ആ ചടങ്ങിനായി ഇങ്ങനെ കാത്തിരിക്കുന്നത്.